ചൈൽഡ്ഹുഡ് ട്രോമ, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, പാരന്റൽ വൂണ്ട് ഹീലിംഗ്, ജനറേഷണൽ ട്രോമ എന്ന വാക്കുകളൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്മളുടെ ജനറേഷനെ കൃത്യമായിട്ടറിയാം എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മളുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്നത് എന്നത്. നമ്മളുടെ വലിയപ്പാര് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അതും നമ്മളുടെ വലിയപ്പാരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും, അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ തീരുമാനങ്ങളടക്കം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അൽ ഹാദി ആയിട്ടുള്ള നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് ഖിയാമത്ത് നാൾ വരെ മാർഗനിർദ്ദേശം ആയിട്ട് അയച്ചിട്ടുള്ള ഈ കിതാബ് ഖുറാനിൽ 2 ആൾക്കാരെ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറാനിൽ നമ്മളോട് ഉപ്പ എന്ന നിലക്ക് ഡെസിഗ്നേറ്റ് ചെയ്തിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാരൊക്കെയെന്നറിയോ? ഓഫ് കോഴ്സ് ആദ്യത്തെ ആദം അലൈഹിസ്സലാമാണ്. നമ്മളെല്ലാവരുടെയും ഉപ്പയാണല്ലോ ആദം അലൈഹിസ്സലാം. അതല്ലാതെ ഒരു പ്രവാചകരുണ്ട്, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപ്പ എന്ന നിലക്ക് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ദീനിന്റെ പേര് ഇസ്ലാം ആണെങ്കിൽ പോലും ആ ഇസ്ലാം എന്ന പേര് കൊടുത്തത് പോലും ആ ഉപ്പയാണ്. നമ്മുടെ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഡ്രസ്സ് ചെയ്യുമ്പോൾ വേറൊരു പേര് കൊണ്ടും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ പേരാണ് മില്ലത്ത് അബീക്കും ഇബ്രാഹിം. പറഞ്ഞാൽ ഉപ്പയായ ഇബ്രാഹിമിന്റെ മില്ലത്ത്, ഉപ്പയായ ഇബ്രാഹിമിന്റെ ഫോളോവേഴ്സ് എന്ന നിലക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാമിനെ മാത്രമല്ല ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അടക്കം നമ്മുടെ ഉപ്പയായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. So Allah subhanahu wa ta'ala goes out of the way to give us 2 names as our fathers. നമ്മളുടെ സ്വന്തം ഉപ്പമാര്, അല്ലെങ്കിൽ there are so many fathers who might have been there, right? From Adam alayhi salam up until our own father. Okay. ആ ചെയിനിൽ എത്ര ആൾക്കാരുണ്ട്? Millions, trillions might be there. എന്നാൽ പോലും അതിന് he decided subhanahu wa ta'ala to give us 2 names. Why is that so? ഈ 2 പ്രവാചകർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നമ്മളെ അത്രയ്ക്ക് സ്വാധീനിക്കുന്ന കാരണമാണ്. അപ്പൊ അവരെടുത്ത തീരുമാനങ്ങൾ എന്താണ്, എങ്ങനെയാണ് അത് നമ്മളെ സ്വാധീനിക്കുന്നത് അറിയാനായി സ്റ്റേ ട്യൂൺഡ്.